ഞാൻ പിന്നെ ഈ ഉമ്മറത്തേക്ക് വരില്ല. പറ്റുമോ? എന്താ മിണ്ടാത്തത്? നാവ് താണുപോയോ? നീ പറഞ്ഞ പോലെ നിന്റെ കാശ് അണാ പൈസ കുറയാതെ ഞാൻ തന്നിരിക്കും. ഇപ്പൊ പോരാ പറഞ്ഞത്. എവിടുന്ന് എടുത്തു തരാനാ? ടൗണിൽ ജോലിക്ക് പോയ മോള് മാസാമാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടെന്നാണോ നിങ്ങളുടെ വിചാരം? അവൾക്ക് അവിടെ കളക്ടർ ഉദ്യോഗം ആണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അവളുടെ കാശ് വന്നിട്ട് കടം തീർക്കാന്നാ നിങ്ങൾ കരുതിയിരിക്കുന്നെങ്കിൽ എന്നെയും നിങ്ങളെയും അങ്ങ് തെക്കോട്ടെടുത്താലും ആ കടം അങ്ങനെ തന്നെ നിൽക്കും. കാശുണ്ടാക്കാനൊക്കെ കഴിയില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഈ മൂത്ത മോള് മനസ്സ് വെച്ചാ കഴിയും. സുന്ദരേശ, നീ സൂക്ഷിച്ചു സംസാരിക്കണം. സുന്ദരേശ, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ മുറ്റോടിക്കുന്ന ചൂല് ഞാൻ കയ്യിലെടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. കടം തീർക്കാനേ വേറെ എന്തു വഴിയാ നിങ്ങളുടെ മുമ്പിലുള്ളത്? ഇളയ മകൾ അയക്കുന്ന കാശിലല്ലേ നിങ്ങളുടെ പ്രതീക്ഷ? ആ കാശ് കൊണ്ട് പലിശ അടയ്ക്ക്. മുതലടയ്ക്കാനുള്ള വഴി കൂടി കണ്ടുപിടിക്കണ്ടേ? ചില്ലറയൊന്നും അല്ല, 10 ലക്ഷമാ. അത് സംഘടിപ്പിക്കാൻ ഇവളെ പറഞ്ഞേക്ക്. സുന്ദരേശ, നീ അതിര് കിടക്കുന്നുണ്ട്. എല്ലാം കേട്ട് ഞാൻ കൈയും കേട്ട് നോക്കി നിൽക്കുമെന്ന് നീ വിചാരിക്കണ്ട. വൈകുന്നേരത്തിനുള്ളിൽ പലിശ കാശ് എന്റെ കയ്യിൽ എത്തിയിരിക്കണം. ഇത് കേൾക്കേണ്ടി വന്നല്ലോ എന്റെ ഈശ്വരന്മാരെ. നിങ്ങൾ പറഞ്ഞില്ലേ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണോന്ന്? എനിക്ക് പറ്റില്ല. ഈ അപമാനം സഹിച്ചോണ്ട് ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ ഒന്ന് കൊന്നു തരാമോ നിങ്ങൾക്ക്? അമ്മേ, ഇനി എന്റെ കയ്യിലുള്ളത് ഈ ഒരു തരി പൊന്നിട്ട് നടക്കാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല ഇത് വിൽക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ കണ്ണടയുന്നത് വരെ ഈ മിന്നെന്റെ കഴുത്തിലുണ്ടാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. എന്റെ മോളുടെ മാനത്തിന് വില പറയാൻ അവൻ ഇനി പാടി ചവിട്ടരുത്. ഇത് വിറ്റിട്ട് നിങ്ങൾ അവന്റെ പലിശ കൊടുക്ക. വേണ്ട, പലിശക്കാശ് കൊടുക്കാൻ മിന്നൊന്നും വിൽക്കണ്ട. പാർവതിയുടെ ശമ്പളം ഇത്. ഞാൻ അവിടെ പോയിരുന്നു. പാർവതിയെ നേരിട്ട് കണ്ടു. നിങ്ങൾക്ക് തരാൻ അവൾ എന്റെ ഈ തന്നു വിട്ടതായത്. സത്യമാണേ പറയുന്നേ? ഞാൻ എന്തിനാ നിങ്ങളോട് കള്ളം പറയുന്നേ? എന്നാ ജനം ചേട്ടാ, ഇത് വാങ്ങ. മോനിരിക്കും. മോളെ, കുടിക്കുമല്ലോ എടുക്ക്. ഇപ്പൊ ഒന്നും വേണ്ട, സമയമില്ലാത്തോണ്ട പിന്നീടാവാം. ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ശമ്പളം കിട്ടിയ കാശ് കളഞ്ഞു പോയെന്നല്ലേ പാറു പറഞ്ഞത്? പിന്നെങ്ങനെയാ അവളീ കാശ് കൊടുത്തയച്ചത്? കടമാച്ചായിരിക്കുവോ? അത് പിന്നീട് അവളോട് ഫോൺ വിളിച്ച് ചോദിക്കാം. നിങ്ങൾ ആദ്യം സുന്ദരേശന്റെ കാശ് അവന്റെ മുഖത്ത് കൊണ്ടുപോയി എറിഞ്ഞു കൊടുത്തിട്ട് വാ. എന്റെ മോൻ വണ്ടി ഇടിച്ച് തല പൊട്ടി ആശുപത്രി കിടന്നപ്പോ എന്റെ അടുത്തുനിന്ന് മറച്ചു വെക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നത്? ഞാൻ നിന്നെ അറിയിക്കാതിരുന്ന എന്തുകൊണ്ടാണെന്ന് നിനക്ക് ആലോചിച്ചാൽ മനസ്സിലാവില്ല സീതെ. അതറിഞ്ഞാൽ നീ എന്തുമാത്രം ടെൻഷൻ അടിക്കുമെന്ന് എനിക്കറിയാം. എന്നുവെച്ച് കൈലാസിന് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാ എന്നെ അറിയിക്കേണ്ടതാണോ? എന്റെ മോൻ വേദനയെ സഹിച്ച് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ കല്യാണത്തിന് പങ്കെടുത്ത് സദ്യയും കഴിച്ചു. നിങ്ങൾ എന്നോട് കാണിച്ച വല്ലാത്ത ദുഷ്ടത്തരം തന്നെയാ. അത് കഴിഞ്ഞില്ലേ മാമി? വലിയ അപകടമൊന്നുമില്ലാതെ ഞാൻ രക്ഷപ്പെട്ടില്ലേ? പിന്നെന്തിനാ വിഷമിക്കുന്നേ? നീയും എന്നോട് മിണ്ടണ്ട. എന്നെ ഒന്ന് വിളിച്ചറിയിക്കാൻ നിനക്കും തോന്നിയില്ലല്ലോ. ഞാനും കൂടി നിർബന്ധിച്ചിട്ടാ നീ ഗാർമെന്റ്സിൽ പോവാൻ തുടങ്ങിയത്. അതുകൊണ്ടല്ലേ നിനക്കിങ്ങനെ ശത്രുക്കളൊക്കെ ഉണ്ടായത്. ഇനി നീ ഗാർമെന്റ്സിൽ പോവണ്ട. പഴയതുപോലെ നിന്റെ ഡാഡി തന്നെ ബിസിനസ് ഒക്കെ നോക്കിക്കോളും. സീതെ, നിങ്ങളൊന്നും പറയണ്ട. എന്റെ മോനെ ഞാൻ ഇനി അങ്ങോട്ടേക്ക് അയക്കില്ല. അപ്പോ അവര് കരുതും ഞാൻ പേടിച്ച് വീട്ടിൽ ഒളിച്ചിരിക്കുകയാണെന്ന്. 4 ഗുണ്ടകളെ പേടിച്ച് വീട്ടിൽ ഒളിച്ചിരിക്കുന്ന ഭീരുവാണ് മമ്മിയുടെ മോൻ. കൈലാസ്, നീ ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യം അങ്കിളിനോട് ആന്റിയോട് സംസാരിച്ചോ? ഇല്ല മുക്ത, ഇവരോട് ഞാനത് പറയുമ്പോ എനിക്ക് നിന്റെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
നീ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ കൈലാസ്? അത് മമ്മി, അത് പിന്നെ മുക്ത, നീ സംസാരിക്കും. ഞാനോ? എന്താ മുക്ത, എന്തും വെട്ടിത്തുറന്ന് പറയുന്ന കൈലാസ് ഇത് ഞങ്ങളോട് പറയാൻ മടിക്കുന്നുവെങ്കിൽ വിഷയം സീരിയസ് ആണല്ലോ. നീ എങ്കിലും പറയും മുക്ത. അത് അങ്കിളിനോടും ആന്റിയോടും കൈലാസിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അതെന്താണെന്നല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. ആക്ച്വലി അതെങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല. ആ മമ്മി, ഡാഡി, എന്ത്? എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട്. അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതാരാണെന്നറിഞ്ഞാൽ എനിക്കുറപ്പാ മമ്മി ഡാഡിയെ സമ്മതിക്കും. നിന്നോട് നിന്റെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ നീയായിട്ടെന്നെ മുൻകൈ എടുത്തല്ലോ, സന്തോഷായി. അല്ല, നിന്റെ മനസ്സിൽ കയറി പറ്റിയ പെൺകുട്ടി ആരാണെന്ന് പറ. പറയടാ, ആരാ പെൺകുട്ടി? അത് മമ്മി, ആ പെൺകുട്ടി ആരാണെന്ന് പറയാൻ വരട്ടെ. നീ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോളൂ, എനിക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ കല്യാണം എന്നത് കുട്ടിക്കളിയല്ല, അറിയാലോ. അതുകൊണ്ട് എനിക്കൊരു കണ്ടീഷനുണ്ട്. കൈലാസ് അത് അംഗീകരിച്ചാൽ കല്യാണക്കാര്യവുമായി മുന്നോട്ട് പോവാം. കണ്ടീഷനോ? എന്ത് കണ്ടീഷൻ? ഈ ചോദ്യം കൈലാസ് ചോദിക്കട്ടെ, മറുപടി ഞാൻ പറയാം. പറയ് ഡാഡി, എന്താ ഡാഡിയുടെ കണ്ടീഷൻ? കണ്ടീഷനോ? എന്ത് കണ്ടീഷൻ? ഈ ചോദ്യം കൈലാസ് ചോദിക്കട്ടെ, മറുപടി ഞാൻ പറയാം. പറയ് ഡാഡി, എന്താ ഡാഡിയുടെ കണ്ടീഷൻ? കല്യാണം കഴിക്കാനുള്ള നിന്റെ യോഗ്യത എന്താ? നീ സമ്പന്നനാണ്. ഏതു പെണ്ണും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആർഭാടമായ ജീവിതം നൽകാൻ നിനക്ക് കഴിയും. പക്ഷേ നീ സമ്പന്നനായത് നിന്റെ അധ്വാനം കൊണ്ടല്ല, എന്റെ മകനായതുകൊണ്ട് മാത്രം. ആ കമ്പനിയിൽ നിന്ന് ഞാൻ സമ്പാദിച്ചതാണെല്ലാം. നീയാണ് അതിന്റെ അവകാശി എന്നതും സത്യം തന്നെ. പക്ഷേ ആ കമ്പനിയിൽ ഒരു തുള്ളി വേർപ്പ് പോലും നീ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. നീ ബ്രില്യൻ്റ് ആണ്. ബിസിനസ് കാര്യങ്ങൾ നീ വേഗത്തിൽ പഠിച്ചു വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. നമ്മുടെ ഗാർമെന്റ്സ് ഞാൻ നിന്നെ ഏൽപ്പിച്ചാൽ നിന്റെ കയ്യിൽ അത് സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസം വരണം. ആദ്യം നീ അത് പ്രൂവ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഞാൻ നിന്റെ കല്യാണം നടത്തി തരുള്ളൂ. ഞാൻ എങ്ങനെയാ ഇത് പ്രൂവ് ചെയ്യേണ്ടത്? ഡാഡി പറയ്. ഞാൻ നിനക്ക് 1 കോടി ടാർഗറ്റ് തരികയാണ്. നീ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യണം. എന്നിട്ട് ഒരു പുതിയ ബ്രാൻഡ് ഉണ്ടാക്കണം. എന്റെ പേര് നീ എവിടെ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ എന്റെ എംപ്ലോയീസിനെ നിനക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇതുവരെ എത്തിപ്പെടാൻ പറ്റാത്ത രാജ്യങ്ങളിലേക്ക് നീ നിന്റെ ബിസിനസ് വ്യാപിപ്പിക്കണം. 1 വർഷം കൊണ്ട് 1 കോടി നീ അച്ചീവ് ചെയ്താൽ മതി. അതിൽ നീ വിജയിച്ചാൽ നീ പറയുന്ന ഏത് പെൺകുട്ടിയെയും നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരും. നമ്മുടെ മോന്റെ കല്യാണം ഒരിക്കലും നടക്കരുതെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ഈ കണ്ടീഷനൊന്നും എനിക്ക് സമ്മതമല്ല. കൈലാസ് കഷ്ടപ്പെടുന്നൊന്നും കാണാൻ എനിക്ക് പറ്റില്ല. എനിക്ക് സമ്മതം. ഡാഡിയുടെ കണ്ടീഷൻ ഞാൻ അംഗീകരിക്കുന്നു. ഡാഡി പറഞ്ഞതുപോലെ പുതിയൊരു ബ്രാൻഡ് ഉണ്ടാക്കി 1 കോടി ഞാൻ അച്ചീവ് ചെയ്തിരിക്കും. അതിനുശേഷം ഞാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ ഡാഡി എനിക്ക് കല്യാണം കഴിച്ച് തന്നാൽ മതി.